സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇരുട്ടടിയുമായി പിണറായി സർക്കാർ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഫീസ് വർധനവ് നാളെ മുതൽ നിലവിൽ വരും. ചെക്ക് കേസിനും വിവാഹമോചന കേസിനും ഫീസ് വർദ്ധിക്കും. സൗരോർജ്ജ പദ്ധതിയിലൂടെ സ്വയം വൈദ്യുതി ഉൽപ്പാദകരായവരും വെട്ടിലാകും. യൂണിറ്റിന് 1.2 പൈസയിൽ നിന്ന് 15 പൈസയായി ഉയർത്തും. നടപടി കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി നിലനിൽക്കുന്നതിനിടയിലാണ്. രാജ്യത്ത് സൗരോർജ്ജ പദ്ധതികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി സൂര്യഘർ മുക്തി ബിജ്ലി യോജനയിലൂടെ സബ്സിഡി നൽകുന്നതിനിടയിലാണ് പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടി. ഉപയോഗത്തിന് 300 യൂണിറ്റ് വരെ സൗജന്യമായാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. എന്നാൽ സംസ്ഥാനത്ത് സ്വയം വൈദ്യുതി ഉപയോഗത്തിന് അമിത നികുതി ഏർപ്പെടുത്തുകയാണ് പിണറായി സർക്കാർ. യൂണിറ്റ് ഒന്നിന് 1.2 പൈസയിൽ നിന്ന് 15 പൈസയായാണ് ഉയർത്തുന്നത്. ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി വർധനവിന്റെ ഭാഗമായാണ് ഫീസ് വർധനവ്. ഇതോടെ വിവിധ കേസുകൾക്കുള്ള ചെലവിനും ഭൂമിയുടെ പണച്ചെലവിനുമടക്കം ജനങ്ങൾ കൂടുതൽ തുക കണ്ടെത്തേണ്ട സ്ഥിതിയിലാകും. ഭൂമി പണയം വെച്ച് വായ്പയെടുക്കുന്നതിനുള്ള ചെലവ് വർദ്ധിക്കും. പാട്ടക്കരാറിന് ന്യായവിലയനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ഏർപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ചെക്ക് കേസിനും വിവാഹമോചനത്തിനും അടക്കമുള്ള തുകയും ഉയർത്തും. അതേസമയം സർക്കാർ ജീവനക്കാരുടെ DAയിലും പെൻഷൻ ജീവനക്കാരുടെ DR-ലും 2% വർധനമുണ്ടാവുക. റബ്ബറിന്റെ താങ്ങുവില 170 നിന്ന് 180 ഉയർത്തുവാനും നിർദ്ദേശമുണ്ട്. നാളെ മുതലാണ് പുതുക്കിയ ഫീസ് വർധനവ് നിലവിൽ വരുന്നത്. ജനം, തിരുവനന്തപുരം.